നമസ്കാരം. കുടുംബവിളക്ക് സീരിയലിൽ നിന്നും അമൃത നായർ പിന്മാറിയതിനു ശേഷം ശീതളായെത്തി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ. വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ശ്രദ്ധിക്കപ്പെടാൻ നടിക്ക് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന കാര്യം പറയുകയാണ് ശ്രീലക്ഷ്മി. അഭിനയമോഹം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയും ചുരുങ്ങിയ കാലയളവിനിടയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയായ നടിയാണ് തിരുവനന്തപുരം സ്വദേശിനി കൂടിയായ ശ്രീലക്ഷ്മി ശ്രീകുമാർ. ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് പരിചയം കുടുംബവിളക്കിലെ സുമിത്രയുടെ മകൾ ശ്രീധലിനെയാകും. ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് കുടുംബവിളക്ക് സീരിയലും ശ്രീധൽ എന്ന കഥാപാത്രവുമാണ്. കുടുംബവിളക്കിന്റെ 1ഉം 2ഉം സീസണുകളിൽ ശ്രീലക്ഷ്മി ഭാഗമായിരുന്നു. ടിക്ടോക്ക് വീഡിയോകളാണ് അഭിനയമോഹം ശ്രീലക്ഷ്മിക്ക് ജനിപ്പിച്ചത്. നടിയുടെ തുടക്കം ചോക്ലേറ്റിലൂടെയാണ്. കാസ്റ്റിംഗ് കോളുകൾ വഴിയാണ് ചോക്ലേറ്റിലെത്തിയത്. ക്യാമറ എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു നടിക്ക്. ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് എങ്ങനെ ചെയ്യുമെന്നോർത്തുള്ള ടെൻഷൻ വേറെയും. അവിടെ നിന്നാണ് പക്വതയുള്ള ഒരു പിടി കഥാപാത്രങ്ങൾ കൈയടക്കത്തോടെ ചെയ്യുന്ന അഭിനേത്രിയായ ശ്രീലക്ഷ്മി വളർന്നത്. കുടുംബവിളക്കിനും ചോക്ലേറ്റിനും പുറമെ കൂടത്തായി, കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാന ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സന്തോഷത്തിലാണ് നടി. അതെ, ശ്രീലക്ഷ്മി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹം തീയതി പുറത്തുവിട്ടത്. ജനുവരി 15-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം. ഇക്കഴിഞ്ഞ മെയിൽ താൻ പ്രണയത്തിലാണെന്ന് അറിയിച്ചു വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു. ബംഗളൂരിൽ ലെക്ചറായ ജോസ് ഷാജിയാണ് വരൻ. ഇരുവരുടെയും പ്രണയ വിവാഹമാണ്. സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്ന ത്രില്ലിലാണ് നടിയും. ഇപ്പോഴത്തെ വിവാഹ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചും വരനെക്കുറിച്ചും എല്ലാം ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി. 2 മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് മതാചാരപ്രകാരമുള്ള വിവാഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലക്ഷ്മി സംസാരിച്ചു തുടങ്ങുന്നത്. ഹിന്ദു ആചാരപ്രകാരം ഒന്നുമല്ല വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തത്. തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങിൽ ജോസ് തന്നെ താലി കെട്ടും. അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവാഹം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഞങ്ങളുടെ 2 കുടുംബങ്ങളും പിന്നെ അത്രയും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും. വിവാഹം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഞങ്ങളുടെ 2 കുടുംബങ്ങളും പിന്നെ അത്രയും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും. അമ്പലത്തിലോ പള്ളിയിലോ ചടങ്ങുകൾ വേണ്ടെന്ന് 2 വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് തീരുമാനമെടുത്തത്. ചെറിയൊരു താലികെട്ട് ചടങ്ങ് അച്ഛൻ എന്റെ കൈ പിടിച്ച് അവനെ ഏൽപ്പിക്കും. +1-ൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത്. 8 വർഷമായി ബന്ധം തുടങ്ങിയിട്ട്. തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു. ഫീൽഡിൽ വന്ന സമയം നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി. അവന്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം. അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ വീട്ടിലും വലിയ എതിർപ്പായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി. വിവാഹശേഷം അഭിനയം തുടരും. നിലവിൽ ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് ചെയ്യുന്നത്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നിലവിൽ ജോസ് ബാംഗ്ലൂരിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂരിലേക്ക് പോകും. ഞാൻ ട്രിവാൻഡ്രത്തും വർക്ക് ചെയ്യും. നിലവിൽ പ്ലാൻ അങ്ങനെയാണ്. പിന്നെ ജോസ് പുറത്ത് സെറ്റിൽഡ് ആകാൻ നോക്കുന്നുണ്ട്. ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ അതുമുള്ളൂ. അങ്ങനെ പോകാനായാൽ ഉറപ്പായും ഞാനും പോകും. പക്ഷെ നിലവിൽ എന്റെ വർക്കും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ശ്രീലക്ഷ്മി പറയുന്നു.